സഹോദരിമാർ മ്യൂസിക്കിന് അഡിക്റ്റുകളായി പോയവരുണ്ട്. ചെറുപ്പക്കാർ എപ്പോഴും മ്യൂസിക് മാത്രം കേൾക്കുന്നവരുണ്ട്. പാട്ട് മാത്രം, അതില്ലാതെ ഉറക്കമില്ല, അതില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. അത് കേട്ട് 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 അങ്ങനെ ഉറക്കത്തിലേക്ക് മയങ്ങി വീഴുകയല്ലാതെ ഉറങ്ങാൻ പറ്റാത്ത മ്യൂസിക്കിന്റെ അഡിക്റ്റുകളില്ലേ? ഒന്ന് കേൾക്കണേ. മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ഇദാ കാന യൗമുൽ ഖിയാമ, അന്ത്യനാളായി കഴിഞ്ഞാൽ, നാദാ മുനാദിൻ, ഒരാൾ വിളിച്ചു പറയും, അല്ലാഹുവിന്റെ മലാഖ, അയ്നല്ലദീന കാനൂ യുനസ്സിഹൂന അസ്മാഅഹും വഅൻഫുസഹും അൻ മജാലിസിൽ ലഹ്വി വമസാമീരിശ് ശയാത്തീൻ. അയ്നല്ലദീന, എവിടെയാണ് ആരൊക്കെയായിരുന്നു? യുനസ്സിഹൂന അസ്മാഅഹും, തങ്ങളുടെ കാതുകളെ കേൾപ്പിക്കാതിരുന്നവർ, വഅൻഫുസഹും, ശരീരത്തെ ഭാഗവാക്കുകളാക്കാതിരുന്നവർ, അൻ മജാലിസിൽ ലഹ്വി, ഗാനമേളകളിലേക്ക് പോവാതെ, സിനിമാ പ്രദർശനങ്ങളിലേക്ക് പോവാതെ, കാതുകൾക്ക് കേൾക്കാൻ പാടില്ലെന്ന് പറഞ്ഞവയെ കേൾപ്പിക്കാതെ ശരീരം സൂക്ഷിച്ചവരെവിടെ? വമസാമീരിശ് ശൈത്വാൻ, പിശാചിന്റെ മിസ്മാർ, പിശാചിന്റെ ഫ്ലൂട്ട്, പിശാചിന്റെ വാദ്യോപകരണങ്ങൾ എന്നത് മ്യൂസിക് ഇൻസ്ട്രുമെന്റുകളാണ്. അത് കേൾക്കാതിരുന്നവരെവിടെ എന്ന് അള്ളാഹു വിളിച്ചു ചോദിക്കും. അതിനർത്ഥം ഇത് പാടില്ലെന്ന് പറഞ്ഞാലും കേൾക്കുന്നവർ ലോകത്തുണ്ടാകുമല്ലോ. അതുകൊണ്ടാണ് ഇവരെ തെരഞ്ഞു പിടിക്കുന്നത്. അസ്കിനൂഹും റിയാദൽ മിസ്ക്, അവരെ കസ്തൂരിയുടെ ഗന്ധമുള്ള ഭൂമിയിലേക്ക്, കസ്തൂരിയുടെ ഗന്ധമുള്ള ആ ഭാഗത്തേക്ക് അവർക്ക് വീട് കൊടുക്കണേ. എന്നിട്ട് അല്ലാഹു മലക്കുകളോട് പറയും, അസ്മിഊഹും തംജീദി വതഹ്മീദി, കാതുകൾ കേട്ടതിൽ വെച്ച് ഏറ്റവും മധുരമുള്ളത്, കാതുകൾ ആനന്ദിച്ചതിൽ വെച്ച് ഏറ്റവും ആനന്ദകരമായത് അല്ലാഹുവിന്റെ തസ്ബീഹും അല്ലാഹുവിന്റെ ഹംദും, എന്റെ ഹംദും തസ്ബീഹും ആ കാതുകളെ കേൾപ്പിക്കുവിൻ. അവരാണല്ലോ എനിക്ക് വേണ്ടി കാതുകളെ സൂക്ഷിച്ചവർ, അവരാണല്ലോ എനിക്ക് വേണ്ടി ചെവിയെ സൂക്ഷിച്ചത്. അതുകൊണ്ട് ഏറ്റവും മധുരമുള്ളത്, ഏറ്റവും മനോഹരമായത്, കർണാനന്ദകരമായത്, ഏറ്റവും നല്ല ശബ്ദം എന്റെ ഹംദും എന്റെ തസ്ബീഹും അല്ലാഹു തആല, റബ്ബ് തന്നെ അവർക്ക് വേണ്ടി ചൊല്ലിക്കൊടുക്കുന്ന തസ്ബീഹ്, അത് നിങ്ങൾ കൽപ്പിച്ചു കൊടുക്കുവിനെന്ന് അല്ലാഹുവിന്റെ മാലാഖമാരോട് അല്ലാഹു ഉത്തരവ് കൊടുക്കുന്നു. ആർക്കാണ് ഈ ഭാഗ്യം എന്നറിയുമോ? കാത് സൂക്ഷിച്ചവർക്ക്. ദഫ്മുട്ടല്ലാതെ മറ്റു കാര്യമായ മ്യൂസിക് ഇൻസ്ട്രുമെന്റുകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് തന്നെ പ്രേമപ്പാട്ടുകൾ പാടിയതിനെ സംബന്ധിച്ചാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അന്നത്തെ ചില കാവ്യങ്ങളുണ്ട് പെണ്ണുങ്ങളെ വർണ്ണിക്കുന്നത്, സ്ത്രീകളുടെ ശാരീരികമായ സൗന്ദര്യം വർണ്ണിക്കുന്നത്. ആ പാട്ടുകൾ കേട്ടപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹാദിഹി റുഖ്യത്തുസ് സിനാ, ഇത് വ്യഭിചാരത്തിന്റെ മന്ത്രമാണ് എന്ന്. കാര്യം എവിടെ എത്തി? കാര്യമായ മ്യൂസിക് ഇൻസ്ട്രുമെന്റുകളൊന്നുമില്ല, പക്ഷെ പാടുന്ന പാട്ടിന്റെ ആശയം ഒരു പെണ്ണിന്റെ ശരീരത്തെ സംബന്ധിച്ചുള്ള വർണ്ണനകളാണ്, വാക്കുകളാണ്. വ്യഭിചാരത്തിന്റെ മന്ത്രമാണ് എന്ന് പറഞ്ഞു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നമ്മുടെ ഉലമാ ആ വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇബ്നു മസ്ഊദ് എങ്ങാനും 21-ാം നൂറ്റാണ്ടിലേക്ക് വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ മഹാനായ ആ സ്വഹാബി റളിയല്ലാഹു അൻഹു നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഗാനമേളകളും നമ്മുടെ നാടുകളിൽ നടക്കുന്ന സ്റ്റേജ് ഷോകളും ആഭാസങ്ങളും നൃത്തങ്ങളും നമ്മുടെ സെലിബ്രിറ്റികൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആഭാസങ്ങളും പാട്ടിന്റെ കൂടെ നടക്കുന്ന മറ്റു ദൃശ്യ വിരുന്നുകളുമൊക്കെ കണ്ടിരുന്നുവെങ്കിൽ എന്താവും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോവുക. സുബ്ഹാനല്ലാഹ്, ഇതൊന്നും ഇല്ലാത്ത കാലത്ത് തന്നെ അവര് പറഞ്ഞു, റുഖ്യത്തുസ് സിനാ, ഇത്തരം പാട്ടുകൾ നിങ്ങൾ കേൾക്കുമ്പോ, സിനിമയിലെ ചില രംഗങ്ങൾ, പാട്ട് സീനുകൾ, അല്ലാത്തത് ഇതൊക്കെ കാണുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ വരുന്ന ആഗ്രഹം എന്താണ്? ഒരു അന്യ ആണിനോടൊരു പെണ്ണിനും, ഒരന്യ പെണ്ണിനോടൊരാണിനും മനസ്സിന്റെ ഉള്ളിൽ അഭിനിവേശമുണ്ടാക്കാൻ, പ്രേമമുണ്ടാക്കാൻ, പൈശാചികമായ ചിന്തകൾ ഉണ്ടാവാൻ. ഇതിനല്ലാതെ മറ്റെന്തിനാണ് ഇതൊക്കെ സഹായിക്കുന്നത്? എന്തിനാണ് ഇതൊക്കെ വഴിവെക്കുന്നത്?
ഈ വചനങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂക്ഷിക്കാൻ വേണ്ടി ഷഹ്റു ഇബ്നു ഹൗശബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്നല്ലാഹ ജല്ല സനാഉഹു യഖൂലു ലിമലായികതിഹി, അല്ലാഹു അവന്റെ മലക്കുകളോട് പറയും, ഇന്ന ഇബാദി കാനൂ യുഹിബ്ബൂന സൗതൽ ഹസന ഫിദ്ദുനിയാ, എന്റെ അടിമകൾ ലോകത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ നല്ല ശബ്ദം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. ഫയദഊനഹു മിൻ അജലി, എന്നെ ഓർത്തവരത് ചെയ്യാതിരുന്നതാണ്. മ്യൂസിക് സ്വാഭാവികമായ ഒരു മനുഷ്യന് നാച്ചുറൽ ഇൻക്ലിനേഷൻ, നാച്ചുറലി നമ്മൾ അതിലേക്ക് അട്രാക്റ്റഡ് ആയി പോകും. മ്യൂസിക്കിന് അങ്ങനെ ഒരു റിതമുണ്ട്, ഒരു താളമുണ്ട്. ആരൊക്കെ ചെറിയ മക്കളെ കണ്ടിട്ടില്ലേ, പാട്ട് വെച്ചു കൊടുത്താൽ താനേ നൃത്തം ചെയ്യുന്നു. ആരാവരെ പഠിപ്പിച്ചത്? താനേ നൃത്തം ചെയ്യും. കാണാൻ കേൾക്കാൻ കൊതിയുള്ള ശബ്ദം, അത്തരം ശബ്ദം കേൾക്കണമെന്ന് എന്റെ അടിമകൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഫയദഊനഹു മിൻ അജലി, അത്തരം കാര്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞപ്പോ എനിക്ക് വേണ്ടി അവർ ഉപേക്ഷിച്ചവരാണ്. ഫസ്മിഉ ഇബാദി, എന്റെ അടിമകൾക്ക് ഇന്നിവിടെ കേൾപ്പിച്ചു കൊടുക്കണമേ എന്ന് അല്ലാഹു തആല പറയുകയും, ഫയഖുദൂന ബിഅസ്വാതിൻ മിൻ തസ്ബീഹിൻ വതക്ബീരിൻ ലം യസ്മഊ ബിമിസ്ലിഹി ഖത്ത്, ഒരിക്കലും കേട്ടിട്ടില്ലാത്തത്, ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തത്, അത്രയും മനോഹരമായി അല്ലാഹുവിന്റെ തസ്ബീഹിന്റെയും തഹ്ലീലിന്റെയും തക്ബീറിന്റെയും ശബ്ദം മലാഖമാരുടെ അകമ്പടിയോടുകൂടെ അല്ലാഹു ജല്ല ജലാലു ഇവർക്ക് കേൾപ്പിക്കുമെന്ന് മഹാനായ ഷഹ്റു ഇബ്നു ഹൗശബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു. അല്ലാഹുവേ, ഞങ്ങളുടെ കാതുകളെ നിനക്ക് ഇഷ്ടമില്ലാത്തവയിൽ നിന്ന് കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് നൽകണമേ. മുഅ്മിനത്തുകൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, മുഅ്മിനീങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഖാബിലാത്തു അലൽ ജംറ, തീക്കനൽ കയ്യിൽ പിടിച്ചതുപോലെ നമ്മുടെ ചുറ്റുപാട് മുഴുവനും അതുണ്ട്. നമ്മുടെ പോക്കറ്റിലുള്ള മൊബൈൽ ഫോണുകളിൽ മ്യൂസിക് ഉണ്ട്, നമ്മൾ അലാം വെക്കുന്ന ഡിവൈസുകളിൽ മ്യൂസിക് ഉണ്ട്, എല്ലാറ്റിലും തൊടുന്നതിൽ മുഴുവനും മ്യൂസിക് ഉണ്ട്. അതിന്റെ ഇടയിലാണ് മുഅ്മിനീങ്ങൾ ജീവിക്കുന്നത്. അതിന്റെ ഇടയിലാണ് ഈ ഹദീസുകൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നത്. ഇതിന്റെയൊക്കെ ഇടയിലാണ് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനികമായ ഒരു ധൈര്യം തന്നാൽ ഇതൊക്കെ എളുപ്പമാണ്. ഈമാനികമായ ധൈര്യം, അല്ലാഹുവിന് വേണ്ടി എന്തും ചെയ്യാനുള്ള ധൈര്യം. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.